ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. അപ്പോൾ സാധാരണ നമ്മളുടെ ഈ ചാനലിൽ മിക്സ്ഡ് മാർഷൽ ആർട്സ്, MMA, UFC അതൊക്കെയാണ് ഷെയർ ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയിൽ തൽക്കാലത്തേക്ക് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും. കാരണം ബോക്സിംഗ് ലോകത്തിലെ മറ്റൊരു എക്സൈറ്റിംഗ് ഫൈറ്റ് വരാൻ പോവുകയെന്ന് പറഞ്ഞാൽ നാളെയാണ്. ക്ഷമിക്കണം, ഞാൻ ജേക്ക് പോളിനെ പറ്റി അല്ല പറയുന്നത്. നമ്മുടെ ഫ്രാൻസിസ് എൻഗാനോ വേഴ്സസ് ആന്ഥണി ജോഷുവ. അപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ എൻഗാനോ വേഴ്സസ് ടൈസൺ ഫ്യൂറി ആ ഒരു ഫൈറ്റ്, അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു. എബവ് 1K വ്യൂസ് വന്നു. അപ്പോൾ വീണ്ടും എൻഗാനോവിൻ്റെ ബോക്സിംഗ് ഫൈറ്റ് വരാൻ പോവുകയാണ്, എൻഗാനോ വേഴ്സസ് ആന്ഥണി ജോഷുവ. അപ്പോൾ ഈ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ UFC ഒക്കെ കിട്ടുന്ന പോലെ ഇവിടുത്തെ ഇന്ത്യൻ ടെലിവിഷൻ ചാനലിൽ കിട്ടൂല. അതിന് നമുക്ക് പേയ്മെൻ്റ് ഒക്കെ നടത്തണം. പക്ഷേ ഞാനത് ചെയ്യാറില്ല. പേയ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് എന്തിനാണ്? കാരണം ഏതെങ്കിലും കുറേ അവന്മാർ ഇത് യൂട്യൂബിലിടും. നമുക്ക് യൂട്യൂബിൽ കണ്ടാൽ മതിയല്ലോ, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച്. എന്തായാലും ഫൈറ്റ് വരും. അപ്പോൾ നമുക്ക് ലൈവ് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഏതോ ചാനലിലൊക്കെയാണ്, ഫോറിൻ ചാനലിലൊക്കെയാണ്. നമുക്ക് UFC MMA കാണുന്ന പോലെ പറ്റില്ല. എന്തായാലും നമ്മൾ കണ്ടിരിക്കും. അപ്പോൾ നാളെ ഈ ഫൈറ്റ് പാതിരാത്രിക്കോ മറ്റോ ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 11 മണിക്കാണെന്ന് തോന്നുന്നു. എന്തായാലും അതിന് ശേഷം വീഡിയോസ് എന്തായാലും വരും. അപ്പോൾ എന്തായാലും എൻഗാനോ വേഴ്സസ് ആന്ഥണി ജോഷുവ, ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ അറിയാലോ, ജോഷുവ ഒരു സീസൺഡ് ബോക്സറാണ്. സീസൺഡ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ബോക്സറാണ്, നല്ല സൈസാണ്. എൻഗാനോ ഫ്യൂറിയുടെ കൂടെ ഉള്ള ഫൈറ്റിന് ശേഷം എൻഗാനോനെ ഇപ്പോൾ ആരും അങ്ങനെ കുറച്ച് കാണുന്നില്ല. കാരണം എൻഗാനോ MMA വേൾഡിലേക്ക് വന്നു പോയതാണ്. പുള്ളി സത്യം പറഞ്ഞാൽ അന്നും ഇന്നും എന്നും ഒരു ബോക്സർ ആവാനാണ് ആഗ്രഹിച്ചിരുന്നത്. അത് പറ്റാതെ വന്നപ്പോഴാണ് പുള്ളി മനസ്സോടെയാണ് MMA വന്നത്. ആ മനസ്സോടെ വന്നപ്പോൾ തന്നെ പുള്ളി MMA ഹെവി വെയ്റ്റ് ചാമ്പ്യനായി. നിസ്സാര കാര്യമല്ല. സൂപ്പർ ജെനറ്റിക്സ്, സൂപ്പർ ടാലൻറ്റ്. പിന്നെ ആ സാഹചര്യങ്ങൾ, ഞാൻ ഇതിനു മുമ്പ് എൻഗാനോൻ്റെ സ്റ്റോറി നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇട്ടിരുന്നു. ആ ഒരു ജീവിത സാഹചര്യങ്ങളാണ് പുള്ളിയെ അങ്ങനെ ആക്കിയത്. അപ്പോൾ എന്തായാലും നാളെ എൻഗാനോ വേഴ്സസ് ജോഷുവ ആണ്. അപ്പോൾ ഇവർ തമ്മിൽ എൻഗാനോ ഫ്യൂറി എന്ന പോലെ ട്രാഷ് ടോക്കിംഗ് ഒന്നുമില്ല. ട്രാഷ് ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം ചെളിവാറി റിയൽ അതൊന്നുമില്ല. റെസ്പെക്റ്റൊക്കെയാണ്. പക്ഷേ അപ്പോൾ നമുക്ക് തോന്നും, റെസ്പെക്റ്റ് വളരെ രസമില്ല എന്ന് തോന്നും. പക്ഷേ എൻഗാനോ വളരെ റെസ്പെക്റ്റോടെ പറയുന്നുണ്ട്, സംഭവം എനിക്ക് ജോഷുവിനെ റെസ്പെക്റ്റൊക്കെയാണ്, പക്ഷേ ഞാൻ അവനെ നോക്കൗട്ട് ചെയ്യും. എനിക്കവനെ നോക്കൗട്ട് ചെയ്യണം, എന്നാലേ എൻ്റെ ലീഗസിക്ക് ശരിയാവുള്ളൂ. മതി, നമുക്കത് മതി. എൻഗാനോ പറയുന്നത് എനിക്ക് നോക്കൗട്ട് ചെയ്യണം, നോക്കൗട്ട് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ജോഷുവയും അപാര റെസ്പെക്റ്റാണ്, ഭയങ്കര റെസ്പെക്റ്റോടെയാണ് എൻഗാനോനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നാളെ തീ പാറും, അടിപൊളിയായിരിക്കും, നല്ല ഫൈറ്റായിരിക്കും. രണ്ടുപേരും നല്ല സൈസാണ്, ഹ്യൂജ് സൈസാണ്, മസ്കുലർ ബോഡിയാണ്. അപ്പോൾ നല്ല രസമായിരിക്കും ആ ഒരു ഫൈറ്റ് കാണാനായിട്ട്. എൻഗാനോ ഫ്യൂറിയുടെ കൂടെയുള്ള മത്സരത്തിനിടയിൽ ടൈസൻ്റെ കൂടെ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇത് മൈക്ക് ടൈസനെ ഇപ്പോൾ അതൊന്നും കണ്ടില്ല, ഫുട്ടേജ് ഒന്നും കണ്ടില്ല. എന്താണ്, എൻഗാനോ സ്വയം ആണ് ട്രെയിൻ ചെയ്തെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഒരു മുടി വളർത്തിയ കോച്ചിൻ്റെ കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എൻഗാനോ ഒരു സീസൺഡ് ബോക്സർ തന്നെയാണ്. അപ്പോൾ എൻഗാനോ ഒരു സക്സസ്ഫുൾ മനുഷ്യനാണ്. കാരണം MMA പുള്ളി ഹെവി വെയ്റ്റ് ചാമ്പ്യനൊക്കെ ആയി. അപ്പോൾ പുള്ളി ഡാന വൈറ്റിനോട് പറഞ്ഞു, നീ എനിക്ക് കിട്ടേണ്ട റേറ്റ് എനിക്ക് കിട്ടാണ്ട് ഞാൻ ഈ ഫൈറ്റ് ചെയ്യില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ജോൺ ജോൺസിൻ്റെ കൂടെ ഫൈറ്റൊക്കെ ഫിക്സ് ആയതാണ്. പക്ഷേ അതിന് എൻഗാനോ റേറ്റ് ചോദിച്ചു, എനിക്ക് ഇത്രയും വേണമെന്ന് പറഞ്ഞു. അത് ഡാന കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് പുള്ളി പിണങ്ങി PFL ബോക്സിങ്ങിലേക്കൊക്കെ പോയത്. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു എനിക്ക് എക്സാക്ട് ഫിഗർ അറിയില്ല. ടൈസൺ ഫ്യൂറിയുടെ കൂടെയുള്ള ബോക്സിംഗ് ഫൈറ്റിൽ ഇഷ്ടം പോലെ ക്യാഷ് കിട്ടിയെന്നുള്ളതാണ് റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ നാളത്തെ എൻഗാനോനെ പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ ഇപ്പോൾ ഡാന വൈറ്റ് ഇത്തിരി തണുത്തിട്ടുണ്ട്. കാരണം പവർഫുൾ പീപ്പിൾ എൻ്റെ മുമ്പിൽ ഡാന വൈറ്റ് താഴും, അത് എപ്പോഴും കണ്ടിട്ടുണ്ട്. എളിമയാണ്. പിന്നെ ഇപ്പോൾ പുള്ളിക്ക് എൻഗാനോട് റെസ്പെക്റ്റാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും പുള്ളി മൂപ്പര് വിചാരിക്കുന്നത്, ഡാന വിചാരിക്കുന്നത് എൻഗാനോ വേഴ്സസ് ആ ജോൺ ജോൺസ് ഒന്ന് സെറ്റപ്പ് ചെയ്യാനാണ് തോന്നുന്നത്. അപ്പോൾ അതിന് ജോൺ ജോൺസിനും താല്പര്യമാണ്. ഇപ്പോൾ റേറ്റൊക്കെ കൊടുക്കാൻ പുള്ളി തയ്യാറായിരിക്കും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം. നാളെ ആര് ജയിക്കും? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് എൻഗാനോ ജയിക്കണമെന്നാണ്. എൻഗാനോൻ്റെ കഷ്ടപ്പാട്, ഹാർഡ് വർക്ക് എല്ലാം നാളെ ഫലം കാണും. നാളെ എൻഗാനോ നോക്കൗട്ട് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എൻഗാനോ ജയിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ
നിങ്ങൾ കമൻ്റായിട്ട് അയയ്ക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക, Deepak_Ashokan ഒന്ന് ഫോളോ ചെയ്തേക്കുക. Deepak_Ashokan ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്, ടേക്ക് കെയർ.